ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക് 5 പൈസ ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലോ മാർക്കറ്റ് പ്രൊഫൈൽ MCX വീക്കിലി റിവ്യൂവിലേക്ക് ഏവർക്കും സ്വാഗതം. സോ കഴിഞ്ഞ ആഴ്ച കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ ഈ കഴിഞ്ഞ വീഡിയോ ചെയ്യാൻ കുറച്ച് ട്രാവലിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്തത്. കാരണം നിങ്ങളത് ക്ഷമിച്ചേക്കുക. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ഇവിടെ ഉത്സവമാണ്, ആറ്റുകാൽ പൊങ്കാലൊക്കെ ആയതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് നല്ലൊരു നോയിസ് ഒക്കെ കൃത്യമായി കേൾക്കുന്നതുകൊണ്ട് അതും ദയവായി നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കുക. സോ പൊതുവെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ മൺഡേ തൊട്ട് ഫ്രൈഡേ വരെ ഗോൾഡ് പക്ക ഒരു റേഞ്ച് ആയിരുന്നു. ഫ്രൈഡേയിൽ നമ്മുടെ ഇസ്രായേൽ ആക്രമിച്ച ആദ്യത്തെ ആ ഒരു സിറ്റുവേഷനിൽ ജസ്റ്റ് ഗോൾഡ് ഒന്ന് കയറി ഒരു ഹൈയില് ക്ലോസ് ചെയ്തതിനു ശേഷം ഇന്നലെ ഒരു ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് വന്നു. ആ ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് ഏകദേശം 5413 16 പോയിന്റ് തിരിച്ചിറങ്ങി. ഇന്നലത്തെ റേഞ്ചിനകത്ത് തന്നെ കൃത്യമായിട്ട് ഒരു ബാലൻസ് കടന്നു പോകുന്ന ദിവസമാണ്. ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങൾ നോക്കിയ ഈ പ്രൊഫൈൽ നിങ്ങൾ മെർജ് ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ്ലി ഒരു ബാലൻസ്ഡ് പ്രൊഫൈൽ ആയിരുന്നു ഗോൾഡിനെ സംബന്ധിച്ച്. ഒരു നോർമൽ വേരിയേഷൻ അപ്പ് വീക്ക് ആയിരുന്നു കഴിഞ്ഞ ആഴ്ച സംഭവിച്ചത്. ഈ ആഴ്ച കഴിഞ്ഞ വീക്കിന്റെ ഹൈക്ക് മുകളിൽ അവൻ സപ്പോർട്ട് എടുത്ത് 5283 എന്ന് പറഞ്ഞ സ്ട്രോങ് സപ്പോർട്ടിന്റെ ഭാഗത്ത് നിന്ന് അത് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് കയറി ഇങ്ങനെ ഒരു റേഞ്ച് എടുത്ത് നിൽക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഗോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ഗോൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും 29 ജാനുവരി ഗോൾഡ് ഹൈ അടിച്ച് ആ ദിവസം ഹെവി സെല്ലിങ് വന്ന ആ വീക്കിന്റെ ഒരു ഹയർ സൈഡിന്റെ ഭാഗത്ത് നിൽക്കുക. അതായത് ചുരുക്കി പറഞ്ഞാൽ 5448 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഇനി ഫ്രഷ് ഒരു ഡിമാൻഡ് ഗോൾഡിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഡിമാൻഡ് ഈ POC അതായത് 29 ജാനിന്റെ ആ വീക്കിന്റെ POC ആയ 5515 ഭാഗത്തേക്കും അതിനു മുകളിൽ പോയ 5600 ഭാഗത്തെ 5594 ഭാഗത്തേക്കും പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 5448 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ 5450 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഗോൾഡിനെ സംബന്ധിച്ച് XAUSD സംബന്ധിച്ച് ആ ഒരു മൊമെന്റം മുകളിലോട്ട് തന്ന് അത് 5516 5500 ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി 5288 ഗോൾഡ് XAUSD പൊട്ടുകയാണെങ്കിൽ ഈ ഒരു കഴിഞ്ഞ ആഴ്ചത്തെ ഒരു ബാലൻസ്ഡ് POC ആയ 5182 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. 5182 ഒരു സപ്പോർട്ട് എടുക്കാൻ, കാരണം ഇവിടെ നിന്നാണ് മാർക്കറ്റ് കയറിപ്പോയി 5182 5146 ഈ ഒരു ഭാഗത്തേക്ക് സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസും കൂടുതലാണ്. ഈ 5146 പൊട്ടുകയാണെങ്കിൽ മാത്രം നമ്മൾ എങ്ങോട്ട് വരാൻ തിരിച്ച് 5019 4981 4917 എന്ന് പറഞ്ഞ ഈ ഒരു റേഞ്ചിന്റെ ഭാഗത്തേക്ക്, ഈ ഒരു ബാലൻസ്ഡ് റേഞ്ചിന്റെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഗോൾഡിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇന്നലെ ഒരു ബുള്ളിഷ് മൂവ്മെന്റ് കാണിച്ചെങ്കിൽ കൂടി ഇന്നൊരു ബാലൻസിലേക്ക് മാർക്കറ്റ് പോയിട്ടുണ്ട്. സോ ആദ്യം വേണ്ടത് 5448 മുകളിൽ അവൻ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ 5600 പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ 5287 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ തിരിച്ചിറങ്ങി 5282 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് ഗോൾഡിനെ സംബന്ധിച്ച് വളരെയധികം കൂടുതലുണ്ട്. ഇതാണ് എനിക്ക് ഗോൾഡിന്റെ ഓവർ വ്യൂ പറയുന്നത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഇഷ്യൂ ഇനിയും പെർസിസ്റ്റന്റ് ആണെങ്കിൽ ആക്ച്വലി ഗോൾഡിലും സിൽവറിലൊക്കെ ഹെവി ആയിട്ട്, പ്രത്യേകിച്ച് ഗോൾഡിലെ പ്രഷ്യസ് മൂവ്മെന്റ്സ് ഹെവി ആയിട്ടൊരു മൂവ്മെന്റ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. ഇനി ഞാൻ ഈ പറഞ്ഞ സമയത്ത് XAUSD സിൽവറിനെ സംബന്ധിച്ച് ഒന്നും പറയാനില്ല. സിൽവർ നിങ്ങൾ നോക്കി അറിയാം, ഈ 29 ജാനിന്റെ ആ ഒരു ദിവസത്തെ സെല്ലിംഗ് ഉണ്ടല്ലോ, തെറ്റിച്ചാൽ ആ സെല്ലിങ്ങിന്റെ POC 99.99 അത് കടക്കാൻ സിൽവറിനെ കുറിച്ച് പറ്റുന്നേയില്ല. അതുമല്ലാതെ ആ സിംഗിൾ പ്രിന്റ് വന്നേക്കുന്നത് ഹെവി സെല്ലിംഗ് വന്ന സിംഗിൾ പ്രിന്റ് വന്ന $94 ഭാഗത്താണ്. ഇന്നലെയും ആ $94 ഭാഗത്താണ് POC 95. നമ്മളെ POC പറഞ്ഞത് 95.0221 ഭാഗത്താണ് POC 06 95.1. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സിൽവറെ സംബന്ധിച്ച് ഞാൻ പറയണമെങ്കിൽ ഈ ഒരു POCക്ക് മുകളിൽ മാത്രമേ ഇനി ഒരു ഫ്രഷ് ഡിമാൻഡ് ഉള്ളൂ. അതായത് 98.75 $99 മുകളിൽ നിൽക്കുകയാണെങ്കിൽ സിൽവറിൽ ഒരു ബ്രേക്ക് ഔട്ടിനെ കുറിച്ച് സാധ്യതയുണ്ട്. ഇല്ല എങ്കിൽ ഈ അന്ന് വന്ന സെല്ലർ ഇപ്പോഴും സിൽവറിൽ ആക്റ്റീവ് ആയിരിക്കുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കാതെ, കാരണം അന്ന് വന്ന സെല്ലർ ഇപ്പോഴും സിൽവറിൽ ക്ലിയർ ആയിട്ട് ആക്റ്റീവ് ആയിട്ടിരിപ്പുണ്ട്. ആ സെല്ലറെ കൃത്യമായിട്ട് മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്ത് അവിടെ എത്തുമ്പോഴൊക്കെ താഴേക്ക് സെല്ലിംഗ് ഉണ്ട്. സോ സിൽവറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറയാം, ഒരു ലാർജർ റേഞ്ച്, അതായത് $86 $96 ഇടയ്ക്കുള്ള $10 ഭാഗത്ത് സിൽവർ ഒരു ലാർജ് റേഞ്ച് എസ്റ്റാബ്ലിഷ് ചെയ്ത് മൂവ് ചെയ്യുന്നുണ്ട്.
$86 പൊട്ടുകയാണെങ്കിൽ സിൽവറിനെ സംബന്ധിച്ച് $83 തിരിച്ചിറങ്ങി ഈ $80 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇല്ല $96 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ $99 അതിന് മുകളിൽ പയ്യെ 100, 105, 110 ഭാഗത്തേക്കും പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സിൽവറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ $96 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ $99 ഭാഗത്തേക്ക് പോവാം. $99 മുകളിൽ, അതായത് ഈ $99 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഈ ഒരു ഫാസ്റ്റ് മൂവിങ് ഏരിയ ആയ 90 എത്രയാണ്, അതിന് മുകളിൽ 106, 109, 110 എന്ന് പറഞ്ഞ 13 എന്ന് പറഞ്ഞ ഈ ഒരു ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇല്ല $86 സിൽവർ പൊട്ടുകയാണെങ്കിൽ $83 അതിന് താഴെ 81 എന്ന് പറഞ്ഞാൽ 80.60 എന്ന് പറഞ്ഞാൽ ഈ ഒരു 20th ഫെബ്രുവരിന്റെ ഈ ഒരു ഭാഗത്തെ POC ടെസ്റ്റ് ചെയ്യാനും ഈവൻ അതിന് താഴെ ഈ 76, 77 വരെയുള്ള ചാൻസും സിൽവറിനെ സംബന്ധിച്ച് കൂടുതലാണ്. പ്രത്യേകിച്ച് ഗോൾഡിന്റെ അത്രയും മൂവ്മെന്റ് സിൽവറിൽ ഇപ്പൊ ഇല്ല. പ്രത്യേകിച്ച് പല സിൽവറിന്റെ ആ ഒരു ഷൈനിങ് ഏരിയ കഴിഞ്ഞോ എന്ന് സംശയം എനിക്കുണ്ട്. കാരണം സിൽവറിനെ സംബന്ധിച്ച് അത്രയ്ക്ക് ഒരു ബിഗസ്റ്റ് ഒരു ബൈങ് ഒക്കെ പ്രതീക്ഷിച്ചിട്ട് പോലും സിൽവർ ഹെവി സെല്ലിങ് ആ 29-30 എന്ന് പറഞ്ഞ ആ ജാനുവരിയുടെ പ്രൊഫൈലിന്റെ ഭാഗത്ത് സിൽവറിൽ കാണുന്നുണ്ട്. ഈ ഒരു ഏരിയയുടെ ഭാഗത്ത് സെല്ലിങ് ഇപ്പോഴും പെർസിസ്റ്റന്റ് ആയി നിൽക്കുന്നുണ്ട്. ആ സെല്ലർ ഇപ്പോഴും ആക്റ്റീവ് ആണെന്ന് പറയാം. സോ അത് പൊട്ടുകയാണെങ്കിൽ മാത്രം ഒരു ഹെവി റണ്ണിങ് വരാം. ഇല്ല എങ്കിൽ സിൽവറിനെ സംബന്ധിച്ച് ഈ ഒരു സിസ്റ്റം നോക്കുക. $96 ബുള്ളിഷ് റെഫറൻസ് ആയിട്ടും $86 ബെയറിഷ് റെഫറൻസ് ആയിട്ടും വെക്കുക. ഗോൾഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 5450 ബുള്ളിഷ് റെഫറൻസും 5280 ബെയറിഷ് റെഫറൻസ് ആയിട്ട് വെക്കേണ്ട ആവശ്യമുണ്ട്. ഇതായിരിക്കും എനിക്ക് പ്രഷ്യസ് മെറ്റലിനെ കുറിച്ച് പറയാനുള്ള ഒരു കാര്യം. പ്രഷ്യസ് മെറ്റലിൽ ഞാനൊരു ഡിപ്പ് ബൈങ് നോക്കുന്നുണ്ട്. പക്ഷേ വോളറ്റിലിറ്റി വിൽ ചേഞ്ച് ദ സിനാരിയോ എന്ന് പറഞ്ഞ ആ ഒരു സിസ്റ്റം ഉള്ളത് കൊണ്ട് സൂക്ഷിച്ചും കണ്ടും ട്രേഡ് ചെയ്യുക. ഈ പറഞ്ഞ ബുള്ളിഷും ബെയറിഷും റെഫറൻസ് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാനുള്ള കാര്യം നോക്കുക. ഇനി നമുക്ക് തരാം നമ്മുടെ വില്ലനായ ഹോർമിസ് സ്ട്രൈറ്റ് എന്ന് പറഞ്ഞ ഇറാന്റെ കൈവശമുള്ള ആ ഒരു പ്രത്യേക ഭാഗം. അതുവഴിയാണ് ലോകത്തുള്ള 20% ഒരു നടക്കുന്നത് കൊമേഴ്സ്യൽ ഷിപ്പിന്റെ എന്താണ് 20% ഗ്ലോബൽ ഓയിൽ LNG ഫോളോസ് ത്രൂ ഹോമസ് ഈ എഫക്റ്റീവ് ബ്ലോക്കിൽ കൂടെയാണ്. ഇത് കൃത്യമായിട്ട് അടയ്ക്കുന്ന സമയത്ത് ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ച് ഒരു ഹെവി അപ്വേർഡ് മൂവ്മെന്റ് നമ്മൾ നോക്കുന്ന സമയത്ത് ഇന്നലെ ക്രൂഡ് ഓയിൽ എന്ന് പറഞ്ഞാൽ ഏകദേശം പറഞ്ഞാൽ ഇന്നലെ ക്ലോസ് ചെയ്തത് $71 ആയിരുന്നു. ഇപ്പൊ ഇന്നും $72 ഭാഗത്ത് $71 ഭാഗത്ത് ഈ ഒരു മെഗാ റേഞ്ച് ക്രൂഡ് ഓയിൽ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത് വേണമെങ്കിൽ ഇത് കൂടുതലായിട്ട് വാർ ഇന്റൻസിഫൈ ചെയ്യുന്ന സമയത്ത് എന്തായാലും ലോകത്തിന്റെ പെട്രോളിന്റെ ഭാഗങ്ങളെ കട്ട് ചെയ്യാൻ വേണ്ടി ഇറാൻ എന്തായാലും അത് പ്രഷറൈസ് ചെയ്ത് ഹോർമസിന്റെ മൊത്തത്തിൽ അടക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൂടാതെ ഈ ഓയിൽ കമ്പനികൾക്ക് പ്രത്യേകിച്ച് ഓയിൽ വെസൽസിനൊക്കെ ഹെവി ഇൻഷുറൻസ് ആണ്. അപ്പം യൂഷ്വലി ഇൻഷുറൻസ് കമ്പനീസ് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇത് പറയും, ഇപ്പൊ യുദ്ധം തുടങ്ങിയ സമയത്ത് ആയതുകൊണ്ട് വെസൽസിന്റെ റിസ്ക് കൂടുതലായതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾ ഇനി ഈ ഒരു ടൈം വരെ ഇൻഷുറൻസ് കൊടുക്കില്ല, അല്ല എങ്കിൽ നിങ്ങളുടെ പ്രീമിയം ഇത്രയും പെർസെന്റേജ് ഇൻക്രീസ് ചെയ്താൽ മാത്രമേ ഞങ്ങൾ കൊടുക്കൂ എന്നൊക്കെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് പറ്റും, കമ്പനികൾക്ക് ഒന്നുകിൽ പ്രൊഡക്ഷൻ അത്രയും എമൗണ്ട് കൊടുക്കാൻ വേണ്ടത് ഒന്നുകിൽ അവരുടെ ട്രാവൽ അവർ ബ്ലോക്ക് ചെയ്യേണ്ടി വരും, ഇല്ല എങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർ ആ ഒരു സിസ്റ്റം അത് എമൗണ്ട് അപ്പം പൊതുവെ അതൊരു ഡിസ്ട്രപ്ഷൻ ആയിട്ട് പോകുന്നത് കൊണ്ട് ഇത് അവർ പലരും എക്സീഡ് ചെയ്യും. അപ്പൊ ക്രൂഡ് ഓയിലെ സംബന്ധിച്ച് ഒരു ഹെവി ബ്രേക്ക്ഔട്ട് നിപ്പുണ്ട്. അതേപോലെ നമ്മുടെ നാച്ചുറൽ ഗ്യാസ് US ഒരു റേഞ്ചിന് നിൽക്കുകയാണ്. അപ്പൊ ഈ 3.3 എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നെങ്കിൽ 3.548 ഭാഗത്തേക്ക് പോകും. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ നാച്ചുറൽ ഗ്യാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നാച്ചുറൽ ഗ്യാസ് ഈ ഒരു റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ 283 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഫ്രഷ് ബുള്ളിഷ് മൂവ്മെന്റ് വരാം. അത് 292 ഭാഗത്തേക്കും അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 318 വരെ പോകാനുള്ള ചാൻസ് നാച്ചുറൽ ഗ്യാസിനെ സംബന്ധിച്ച് കൂടുതൽ. ചുരുക്കി പറഞ്ഞാൽ 284 മുകളിലും എത്രയാണ് 293, അതിന് മുകളിൽ 300, അതിന് മുകളിൽ 311, അതിന് മുകളിൽ 318 എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. നാച്ചുറൽ ഗ്യാസ് ഒരു ബാലൻസ്ഡ് മൂവ്മെന്റ് നിൽക്കുന്നു. അപ്പൊ ഞാനൊരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല, കാരണം ആൾറെഡി ഇത് നമ്മുടെ വാർ ഇല്ലാത്ത സമയത്ത് വരെ ഇറങ്ങി കിടന്ന് ഈ ഒരു റേഞ്ചിന്റെ 260-നും 270-നും ഇടയ്ക്ക് കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നാച്ചുറൽ ഗ്യാസിനെ സംബന്ധിച്ച് എനിക്കൊരു സെല്ലിങ്ങിന്റെ സ്ട്രക്ചർ ഇപ്പം വർക്കാവുന്നില്ല. ഞാനൊരു ബുള്ളിഷ് ഡിമാൻഡ് പ്രതീക്ഷിക്കുന്നുള്ളൂ. അറ്റ്ലീസ്റ്റ് നമ്മുടെ മാർക്കറ്റ് 300-ന് മുകളിൽ നാച്ചുറൽ ഗ്യാസ് ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പൊ ഡിപ്പ് ബൈങ്ങിലായിരിക്കും ഞാൻ കൂടുതൽ നാച്ചുറൽ ഗ്യാസിൽ പ്രതീക്ഷിക്കുന്നത്. ഇനി നമ്മൾ നോക്കാം ക്രൂഡ് ഓയിൽ നമ്മുടെ ഈ ഒരു പഴയ റേഞ്ച് 6200 എന്ന് പറഞ്ഞ ആ ഒരു റേഞ്ച് നിങ്ങൾ നോക്കിയാൽ അറിയാം. ഈ ഒരു റേഞ്ച് ഒക്കെ ബ്രേക്ക് ചെയ്ത് അവൻ കൃത്യമായിട്ട് 6200 എന്ന് പറഞ്ഞ റേഞ്ച് ഒക്കെ ബ്രേക്ക് ചെയ്താണ് അവൻ കൃത്യമായിട്ട് കണ്ടല്ലോ ക്ലോസ് ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ക്രൂഡ് ഓയിലെ സംബന്ധിച്ച് 6431 ഭാഗത്ത് ടെസ്റ്റ് ചെയ്തു. അതിന് മുകളിൽ ഈ ഒരു ഏരിയ
ഈ ഏരിയ എന്ന് പറഞ്ഞാൽ 6600. അപ്പൊ 6600 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഹെവി ഒരു ബുള്ളിഷ് മൂവ്മെന്റ് സ്റ്റാൻസ് ഉണ്ട്. അത് മാർക്കറ്റിനെ വേണമെങ്കിൽ 7000 ഭാഗത്തേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നതിൽ 6900 7000 ഭാഗത്തേക്ക് കൊണ്ടുപോകാനുള്ള ചാൻസ് ക്രൂഡിനെ സംബന്ധിച്ച് വളരെ കൂടുതലാണ്. സോ ഞാൻ ക്രൂഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നലത്തെ ഒരു പി ഷേപ്ഡ് പ്രൊഫൈൽ ആയതുകൊണ്ട് ഇന്നലത്തെ ഹൈ 6748 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഹെവി ബുള്ളിഷ് മൂവ്മെന്റ് വരാനും ആ ബുള്ളിഷ് മൂവ്മെന്റും 7000 മുകളിൽ ക്രൂഡ് ഓയിലിനെ കൊണ്ടുപോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ ഞാൻ ക്രൂഡ് ഓയിലും നാച്ചുറൽ ഗ്യാസിലും എനർജി സെക്ടറിൽ ഡിപ്പ് ബൈയിങ് ആണ് കുറച്ചും കൂടെ. ആസ് ലോങ് ആസ് ദിസ് ഇഷ്യൂ പെർസിസ്റ്റൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനൊരു ഡിപ്പ് ബൈയിങ്ങിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഓയിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെല്ലിംഗ് എടുക്കണമെങ്കിൽ 6000 താഴെ മാത്രമേ ഇനിയൊരു ഓയിലൊരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാൻ പാടുള്ളൂ. 6000 താഴെ ഇല്ല എങ്കിൽ 6200 ഭാഗത്തേക്ക് കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിപ്പ് ബൈയിങ് എടുക്കാവുന്നതാണ്. അതാണ് എനിക്ക് കൃത്യമായിട്ട് പറയാനുള്ള കൃത്യമായിട്ടുള്ള ഒരു ലെവല്. സോ ഓയിലിലും എനിക്കും പ്രഷ്യസ് മെറ്റൽസിലും എനിക്ക് പറയുകയാണെങ്കിൽ ഓൾട്ടൈൽ മൂവ് ആയിരിക്കും. റേഞ്ച് ബ്രേക്ക് ചെയ്ത് പോകുന്ന ട്രേഡും അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് സ്കാൽപ്പ് ട്രേഡ് മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. ഓയിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നാച്ചുറൽ ഗ്യാസിലായാലും ക്രൂഡ് ഓയിലായാലും ഡിപ്പ് ബൈയിങ് ആണ്. 6200 ഭാഗത്ത് ക്രൂഡ് ഓയിലും 260 ഭാഗത്ത് നാച്ചുറൽ ഗ്യാസിലും ഡിപ്പ് ബൈയിങ് അല്ല, ഒരു ബ്രേക്ക് ഔട്ട് ബൈയിങ് ആണ്. 284 മുകളിൽ നാച്ചുറൽ ഗ്യാസിലും 6700 മുകളില് ക്രൂഡ് ഓയിൽ ഒരു ബ്രേക്ക് ഔട്ട് ബൈയിങ്ങിനെ കുറിച്ച് എടുക്കാം. അത് 7000 ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് ക്രൂഡ് ഓയിൽ കൂടുതലാണ്. നാച്ചുറൽ ഗ്യാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എത്ര വരെ പോവാം? അത് 283, 290, 300, 311, 318 എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. ഇതാണ് എനിക്ക് ഓവറാൾ ഒരു സ്ട്രെങ്ത് പറയാനുള്ളത്. പ്രഷ്യസ് മെറ്റൽ ഒരു വോൾട്ടിലായിരിക്കും. നമ്മുടെ എനർജി സെക്ടർ ബയോൺ ഡിപ്പാണ് ഇപ്പോഴത്തെ അവസ്ഥയിലുള്ളത്. സോ എല്ലാവരും ലെവൽ കൃത്യമായിട്ട് വാച്ച് ചെയ്യുക, അതനുസരിച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഇപ്പോൾ 2 അറിയിപ്പുണ്ട്. ഒന്ന്, MCXന്റെ പുതിയ മെമ്പർഷിപ്പിന്റെ സപ്പോർട്ട് പ്ലാനിന്റെ ബാച്ച് മാർച്ചിലേക്ക് എടുത്തിട്ടുണ്ട്. 10 സീറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ അതിലേക്ക് എടുക്കാം. അത് മന്ത്ലി പ്ലാൻ ആയിട്ട് എടുക്കുന്നവർ ക്വാർട്ടർലി എടുക്കാം. എന്തും അറിയണമെങ്കിൽ തമിഴിനെ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. രണ്ടാമത്, നെക്സ്റ്റ് വീക്ക് തൊട്ട് നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോയുടെ ഒരു പ്രൊഫഷണൽ ട്രേഡേഴ്സിന്റെ സിസ്റ്റം എങ്ങനെയാണ് പഠിക്കുന്നത്, ലൈവായിട്ട് ട്രേഡ് ചെയ്യാനുള്ള ഹെൽപ്പ് ഞാൻ കൊടുക്കുന്നുണ്ട്. MCX സപ്പോർട്ട് പ്ലാൻ വഴി നിങ്ങളുടെ ഫീസ് റിക്കവർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ അടങ്ങിയ ഓർഡർ ഫ്ലോയിൽ മാർക്കറ്റ് പ്രൊഫൈൽ അഡ്വാൻസ് ട്രേഡ് സെറ്റപ്പിന്റെ ഓൺലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലും ജോയിൻ ചെയ്യണം താല്പര്യമുണ്ടെങ്കിൽ തമിഴിനെ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഹാപ്പി ഹോളിയും പറഞ്ഞുകൊണ്ട് വീഡിയോയും സൈൻ ഓഫ് ചെയ്യുന്നു നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. ടേക്ക് കെയർ ആൻഡ് ഹാപ്പി ട്രേഡിംഗ് ടു ഓൾ മൈ ട്രേഡിംഗ് ഫ്രണ്ട്സ്.